എല്ലാ പൈൽസും ചികിത്സിക്കേണ്ടതില്ല. കാരണം ഇതൊരു ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ചിലർക്ക് മാസത്തിലൊരിക്കൽ ബ്ലീഡിങ്, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ ഒരു ബ്ലീഡിങ്, നേരിയ വേദന, അതൊക്കെ ഉണ്ടാവുള്ളൂ. അത് പലപ്പോഴും നമുക്ക് ഭക്ഷണത്തിൽ നിയന്ത്രണത്തിൽ കൂടെ ശരിയാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഹൈ ഫൈബർ ഡയറ്റ്, കൂടുതൽ ഫൈബറുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ കഴിക്കുമ്പോൾ മലബന്ധം ഉണ്ടാവില്ല. മിക്കവാറും പൈൽസ് അതുകൊണ്ട് തന്നെ മാറും. പിന്നെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് തള്ളി വരിക, തുടർച്ചയായിട്ട് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരിക, അങ്ങനത്തെ സ്റ്റേജിൽ നമുക്കൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സർജറിക്ക്. കാരണം ഇതിൻ്റെ എല്ലാ സർജറിയും അത്രയധികം സാറ്റിസ്ഫാക്ടറി അല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയധികം ഓപ്ഷൻസ് വന്നത്. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ട് നമ്മളോട് ഉപയോഗിക്കുന്നത് ആദ്യ സ്റ്റേജിലൊക്കെ ബാൻഡിങ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സ്ക്ലിറോതെറാപ്പി എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ബ്ലീഡിങ് വരുന്നവർക്കാണ് നമ്മൾ ഇത് രണ്ട് ചെയ്യാറുള്ളത്. ഇത് പുറത്തേക്ക് തള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒന്ന് ഓപ്പൺ ഹെമറോയിഡക്ടമി, അതായത് സാധാരണ ഓപ്പറേഷൻ, ആ ഹെമറോയിഡ്സ് മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ലേസർ. അപ്പോൾ അധികം പുറത്തേക്ക് തള്ളി വരുന്നില്ലെങ്കിൽ ആ ലേസർ ഉപയോഗിച്ച് നമുക്കതൊക്കെ കരിച്ച് കളയാൻ പറ്റും. അപ്പോൾ പിന്നെ പുറത്തേക്ക് തള്ളി വരില്ല, അപ്പോൾ അതൊക്കെ അത് ഡിസപ്പിയർ ചെയ്യും. ലേസറിൻ്റെ കൂടെ നമ്മുടെ ഹാൾസ് എന്ന് പറഞ്ഞൊരു പരിപാടി കൂടിയുണ്ട്, അതായത് ഹെമറോയിഡൽ ആർട്ടറി ലൈഗേഷൻ. കാരണം പ്രധാനമായിട്ട് ഇതിന് കാരണം രക്തക്കുഴലുകൾ തടിച്ചു വരുന്നതാണ്. അപ്പോൾ ആ രക്തക്കുഴലുകൾ നമ്മൾ ലൈഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹാൾസിൻ്റെ പ്രിൻസിപ്പിള്. പിന്നെ മൂന്നാമത്തത് സ്റ്റാപ്പിൾ ഹെമറോയിഡക്ടമി, അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അത് പെയിൻ കുറവായിരിക്കും, ലേസർ പോലെ തന്നെ അത് വേദന കുറവായിരിക്കും. ഒരു ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ അന്ന് തന്നെ പോകുന്ന ഒരു ഓപ്പറേഷനാണത്. അതുകൊണ്ട് ഏകദേശം കുറേ വർഷത്തേക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ പൈൽസിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നൊരു അസുഖമാണ്. ഇപ്പോൾ പലരും ഒരു 25% ഇത് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം, ചിലപ്പോൾ 15-20 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ ചികിത്സ മതി, ഒന്നുകിൽ ചെറിയ ബാൻഡിങ്ങോ അല്ലെങ്കിൽ സ്ക്ലിറോതെറാപ്പിയോ മതിയായിരിക്കും. അപ്പോൾ പൈൽസ്, പലരും ചോദിക്കാറുള്ള ചോദ്യം പൈൽസ് വീണ്ടും വരുമോ എന്നുള്ളതാണ്. അപൂർവമായിട്ട് വീണ്ടും വരാം എന്നുള്ളതാണ് സത്യം.